മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ അമ്പലത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്. കൊടി കയറി കഴിഞ്ഞിട്ട് ഇതുവരെ അമ്പലത്തിലൊന്നും കയറി തൊഴുതിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അമ്മേനെ തള്ളിയിട്ട് എന്തായാലും ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഒന്ന് രാവിലെ അമ്പലത്തിൽ കയറി തൊടണം. അങ്ങനെ നമ്മുടെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇന്നലെ വടക്കേക്കരക്കാർ ഉത്സവമായിരുന്നു, തെക്കേക്കരക്കാർ. ഇന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ 7ാമത്തെ ദിവസമാണ് തെക്കേക്കരക്കാർ ഉത്സവം. ഇപ്പോൾ 2 കരയാണ്. നമ്മുടെ അമ്പലം അത് ശ്രീ മഹാദേവർ, പടനേർക്കുളങ്ങര ശ്രീ മഹാദേവർ ക്ഷേത്രം. അറിയാത്തവർക്കായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ അമ്പലത്തിലെ ഉത്സവമാണ്. 10 ദിവസം വരെ ഉത്സവമുണ്ട്. ഇപ്പോൾ ഇന്ന് ഉത്സവത്തിൻ്റെ 7ാമത്തെ ദിവസം. 7ാമത്തെ ദിവസം എന്ന് പറയുന്നതാണ് തെക്കേക്കരക്കാർ ഉത്സവം. 6ാമത്തെ ദിവസം വടക്കേക്കരക്കാർ ഉത്സവം. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറേ കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം. അപ്പോൾ രാവിലെ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോയി തൊഴുതിട്ട് വരാം. നമ്മൾ മുൻവശത്ത് നിന്ന് നമ്മൾ അമ്പലക്കുളത്തിലോട്ട് വന്ന് ആ ഒരു ഭാഗത്തോട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട് ഈ കുളത്തിൽ കേട്ടോ. ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു ആന നിൽപ്പുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു, മഹാദേവനുണ്ട്, പടനേർക്കുളങ്ങര മഹാദേവൻ. എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു കേട്ടോ. ആ ആന ചരിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വേറെ ആനയെ വാങ്ങിച്ചിട്ടില്ല. ആ ആന ചരിഞ്ഞപ്പോൾ ഇവിടെ ഹർത്താൽ വരെ ആചരിച്ചിട്ടുണ്ട്. കാരണം അത്രയും പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു. അപ്പോൾ ഇതുവഴിയാണ് അപ്പുറത്തോട്ട് പോകുന്നൊരാന, വഴി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഊട്ടുവരെയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആനയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ട് ഇപ്പോൾ ഈ ചൂടിൻ്റെ കൊണ്ടായിരിക്കും എന്തോ ഒരു പ്രശ്നം പറ്റുന്നതാണ് ആ ചേട്ടൻ പറയുന്നത്. ഇനി എഴുന്നള്ളത്തിനുള്ള ആനയാണ്, ഇനിയുമ്പത്തേനും ശരിയായിരിക്കും, ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അമ്പലക്കുളത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഊട്ടുവര കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഊട്ടുവര. ഈ ഊട്ടുവരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഊട്ടുവര നമ്മൾ കാണുന്നത് ചെറിയൊരു ഊട്ടുവരയല്ല, നമ്മൾ ഒരാൾ പൊക്കത്തിലുണ്ട് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് കയറാൻ വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ കുത്തനെ കിടക്കുക, മണ്ട കയറണം. അതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക്, ഈ പുറത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റത്തില്ല, പുറത്തിരിക്കുന്നവർക്ക് അതിനുള്ളിരിക്കുന്ന ആൾക്കാരെ കാണാം. അത്രയ്ക്ക് ഇങ്ങനെ പൊക്കത്തിലാണുള്ളത്.